EP വിവാദത്തിൽ സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ BJPയിൽ പൊട്ടിത്തെറി. ശോഭാ സുരേന്ദ്രന്റെ പ്രവൃത്തികൾ പ്രകാശ് ജാവദേക്കർ ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചു. ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വന്നേക്കും. കേരളത്തിന്റെ പ്രഭാരി ചുമതല ഒഴിയാൻ പ്രകാശ് ജാവദേക്കർ താൽപര്യമറിയിച്ചതായും സൂചനയുണ്ട്. വിഷ്ണു സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഈ കൂടിക്കാഴ്ച വിവാദം, അതിന്റെ വിശദാംശങ്ങൾ ഒക്കെ ശോഭ പുറത്തുവിട്ടതിന്റെ ഭാഗമായിട്ടാണോ പാർട്ടിക്കകത്ത് അതൃപ്തി പുകയുന്നത്? ഇത് ചൂണ്ടിക്കാട്ടിയാണോ പ്രഭാരി സ്ഥാനം ഒഴിയാൻ ജാവദേക്കർ ആലോചിക്കുന്നത്? വേണു, കടുത്ത അതൃപ്തിയാണ് ശോഭാ സുരേന്ദ്രൻ നിലപാടുമായി ബന്ധപ്പെട്ട് BJPയിൽ ഉടലെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ തന്നെ ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. നിരവധി ആളുകളുമായി, പ്രത്യേകിച്ച് കോൺഗ്രസിലെയും CPMലെയൊക്കെ നിരവധി ആളുകളുമായി പ്രകാശ് ജാവദേക്കർ ചർച്ച നടത്തിയിരുന്നു. അതിൽ ഈ ആളുകളുടെ പേരൊക്കെ പുറത്തു പറഞ്ഞ് വെളിപ്പെടുത്തുന്നത് അത് BJPയുടെ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും, വിശ്വാസ്യത ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EP ജയരാജനും അതോടൊപ്പം ജാവദേക്കറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ സ്ഥിരീകരണം K സുരേന്ദ്രനും നടത്തിയിരുന്നു. ആ ചർച്ച, അല്ലെങ്കിൽ അത്തരമൊരു സ്ഥിരീകരണത്തെ പോലും എതിർക്കുകയാണ് ജാവദേക്കർ. അത് ശരിയായ നടപടിയല്ല, പാർട്ടി രഹസ്യങ്ങൾ പുറത്തു പോകുന്നത് അത്ര ഭൂഷണം ചെയ്യില്ല എന്ന തരത്തിൽ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം നേതൃത്വത്തെ സമീപിച്ചത്. അദ്ദേഹം കത്ത് നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കാറായി, ഇനി തുടരാനില്ല എന്നുള്ളതാണ്. അതായത് കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് ഇനി തുടരാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. കാര്യമായ ഒരു നേട്ടം കേരളത്തിൽ നിന്ന് ജാവദേക്കറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. പക്ഷേ അതിനെല്ലാം കൂടിയുള്ള ഒരു അതൃപ്തിയായിരിക്കും ഇനി തുടരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.